ഇന്ന് ഒരു വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ പത്തനംതിട്ട വരെ ഒന്ന് പോയായിരുന്നു. നമ്മുടെ KSRTCയുടെയൊക്കെ ഒരു അവസ്ഥയും ശോചനീയാവസ്ഥയൊക്കെ. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയി. ആ യാത്രാമധ്യേ ഞാൻ പത്തനംതിട്ട ടൗണിൻ്റെ സൗന്ദര്യവും കാര്യങ്ങളുമൊക്കെ കാണാൻ വേണ്ടി വീഡിയോ പിടിച്ചു. പക്ഷേ ലോട്ടറി കടകളുടെ അതിപ്രസരം മാത്രമാണ് ഞാൻ അവിടെ എല്ലാം കണ്ടത്. ഗണേഷ് കുമാർ മന്ത്രിയായതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ കാണാനുണ്ട്. മഞ്ഞ കളർ ബസ്, അതേപോലെ KSRTCയുടെ പുതിയ സ്വിഫ്റ്റ് ബസ്സുകൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഞാൻ ഈ കയറിയ KSRTC ബസ് എടുക്കുമ്പോൾ തൊട്ടേ അതിൻ്റെ ക്ലച്ച് കംപ്ലൈൻ്റ് ആണെന്നുള്ള വിവരം ഒരു സാധാരണ ഡ്രൈവറായ എനിക്ക് മനസ്സിലായെങ്കിൽ പോലും അത് ഓടിക്കുന്ന ഡ്രൈവർക്ക് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അത് നൂർനാട് പഴയ ജനതാ തിയേറ്റർ, ഇപ്പോഴത്തെ സ്വാതി തിയേറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കിനുമാണ് ആ KSRTC ഡ്രൈവർക്ക് വണ്ടിക്ക് അപാകതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്നിട്ടും അദ്ദേഹം എങ്ങനെയെങ്കിലും ഓടിച്ചത് കായംകുളം വരെ എത്തിക്കാം എന്നുള്ള ചിന്താഗതിയിലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ PSC ടെസ്റ്റ് എഴുതി റാങ്ക് വാങ്ങിച്ച് ജോലി കിട്ടിയിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജനങ്ങളുടെ ജീവനെയും പൊതുമുതലിനെയും സംരക്ഷിക്കാനുള്ള വകതിരിവില്ലാത്ത ഉദ്യോഗസ്ഥർ പണ്ട് കാലവും ഇപ്പോഴും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നശിഞ്ഞു പോകാനുള്ള മെയിൻ കാരണം. സ്വന്തം വണ്ടിയായിരുന്നെങ്കിൽ ഈ ക്ലച്ച് തേഞ്ഞ വിവരം അദ്ദേഹം മനസ്സിലാക്കുകയും ഇത്രയും ജനങ്ങളെ വഴിയിൽ ഒരു 10-20 മിനിറ്റ് നേരം നിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുകയൊന്നും ചെയ്യാതെ അവിടെ വെച്ച് തന്നെ അതിൻ്റെ ആ കംപ്ലൈൻറ്റ് മനസ്സിലാക്കി ഒന്നുകിൽ മെക്കാനിക്കിനെ അവിടെ തന്നെ വെച്ച് കാണിച്ച് റെഡിയാക്കി വേണമായിരുന്നു യാത്രയ്ക്കായിട്ട് ഇറങ്ങേണ്ടത്. നമ്മളൊരു കാറ് എടുത്തിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ നമ്മളതിൻ്റെ ടയറിലെ പ്രഷറും എല്ലാം നോക്കിയിട്ടല്ലേ പോകണേ. നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ടല്ലേ. വണ്ടികളെ സ്നേഹിക്കാനും സ്വന്തം വണ്ടിയെ പോലെ കരുതാനും ഒക്കെ എന്നാണോ ഈ ഉദ്യോഗസ്ഥരൊക്കെ തയ്യാറാകുന്നത്, അന്നേ നമ്മുടെ നാട് ഗതി പിടിക്കത്തുള്ളൂ.